അഫ്വാൻ എന്ന 23 വയസ്സുകാരൻ അവന്റെ കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിച്ചിട്ട് ഏകദേശം ഒരു ആഴ്ചയോളം ആകാൻ പോവുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത പുറം ലോകം അറിയുന്നത്. ശനിയാഴ്ച ആണ് ഇന്ന്. കഴിഞ്ഞ ശനിയാഴ്ചയിൽ ഈ അഫ്വാൻ പറയുന്നത് പ്രകാരമാണ്, പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവർ കുടുംബസമേതം ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞ് ഇറങ്ങിയത്. എന്നാൽ ഉമ്മ വേണ്ട എന്ന് വെക്കുകയായിരുന്നു. ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട എന്ന് വെക്കുകയായിരുന്നു, പിന്മാറുകയായിരുന്നു. ആ തീരുമാനത്തിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലായി ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ ദിവസം റഹീം, ഈ അഫ്വാന്റെ പിതാവ് 7 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അനവധി പ്രവാസികളുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. ആദ്യം പോയത് ഗോകുലം മെഡിക്കൽ കോളേജിൽ ഭാര്യയെ കാണാനായിട്ടാണ് പോയത്. ഈ ഷമീന അപ്പോഴും ഭർത്താവിനോട് ആവർത്തിച്ച് പറഞ്ഞ കാര്യം, എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇതായിരുന്നു: താൻ കട്ടിലിൽ നിന്നും വീണതായിരുന്നു, എഴുന്നേറ്റിരുന്നപ്പോൾ തലചുറ്റി, അങ്ങനെ തലചുറ്റി കട്ടിലിൽ നിന്നും വീണപ്പോഴാണ് തനിക്ക് ഈ പരിക്കുണ്ടായതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോഴും ഉടനെ തന്നെ അടുത്ത് ചോദിക്കുന്നത് എവിടെ, ഇളയ മകൻ എവിടെ എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഈ ഉമ്മ. അതായത് ഭയത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. എന്നാൽ എന്തിനാണ് ഭയക്കുന്നത്, കണ്ണീരോട് കൂടിയാണ് ചോദിക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം ഉത്തരമില്ല. പക്ഷേ മൊഴി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ. ഈ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആഴത്തിൽ മുറിവുകളുണ്ട്. 13 സ്റ്റിച്ചാണ് ആ ഉമ്മയുടെ തലയിലായിട്ടുള്ളത്. കണ്ണിന് താഴെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്, അതിലും സ്റ്റിച്ചുകളുണ്ട്. വായ നേരെ തുറന്ന് സംസാരിക്കാനായി കഴിയുകയില്ല, വായിലും തുന്നലുകളുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഉമ്മയുടെ മാനസിക അവസ്ഥ ഒന്ന് നോക്കണം. മകനെ രക്ഷിക്കാനായി അപ്പോഴും കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ ഇളയ മകൻ മരിച്ച കാര്യമൊന്നും തന്നെ അറിയില്ല. അവൻ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. ശേഷം അവൻ മാമാന്റെ വീട്ടിലിരിക്കുമെന്നാണ് റഹീം ഭാര്യയ്ക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അങ്ങനെ പറഞ്ഞാൽ മതി, സത്യാവസ്ഥ എന്തൊക്കെയാണ് എന്ന് ഇപ്പോൾ പറയേണ്ടതില്ല എന്നാണ് ഇപ്പോൾ റഹീമിനോട് ഡോക്ടർമാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം റഹീം വന്നതിന് ശേഷം റഹീം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രധാനമായും റഹീം നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ 45 മിനിറ്റാണ് ആശുപത്രിയിൽ റഹീം ചെലവഴിച്ചത്. ആശുപത്രിയിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പ്രധാനമായും ഈ അഫ്വാൻ പറയുന്നത്, ഇപ്പോൾ അഫ്വാന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ആശുപത്രിയിൽ ഈ വാർഡിൽ അഫ്വാനെ കട്ടിലിനോട് ചേർത്ത് വിലങ്ങ് വെച്ച് ഇട്ടിരിക്കുന്ന ഒരു ദൃശ്യമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അഫ്വാൻ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിടയുന്ന ഒരു ദൃശ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുക്കാം. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ അഫ്വാൻ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ കടബാധ്യത, ഉമ്മായിക്കുള്ള കടബാധ്യത കാരണമാണ് താങ്കൾ ഇത്രയും വലിയ കടക്കണിയിലോട്ട് പോയത്. അത് വീട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കാതെ വന്നതോടുകൂടിയാണ് ആത്മഹത്യയിലേക്ക് ശ്രമിക്കുകയും എന്നാൽ അത് നടക്കാതെ വന്നപ്പോൾ കൊലപാതകത്തിലേക്ക് മാറിയതെന്നാണ് ഏറ്റവും ഒടുവിൽ അഫ്വാൻ പറഞ്ഞു നിർത്തുന്നത്. എന്നാൽ 7 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഈ വാപ്പായ്ക്ക്, റഹീമിന് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്. റഹീം നൽകിയിരിക്കുന്ന മൊഴിയാണിത്. തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ കടമുണ്ടെന്നറിയാം. വിദേശത്തും നാട്ടിലുമായി 10 ലക്ഷം രൂപ വീതം 20 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നറിയാം. പക്ഷേ ഈ 65 ലക്ഷത്തിന്റെ കണക്കൊക്കെ എവിടെ നിന്ന് വന്നു എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അഫ്വാൻ അമ്മ ഷമീന ചിട്ടി നടത്തിയും പണം പോയിട്ടുണ്ട് എന്ന് പറയുന്നത്. അഫ്വാന്റെ അമ്മയ്ക്ക് ചിട്ടി ഉണ്ടായിരുന്നു, ചെറിയതരം ചിട്ടിയും പലിശ വാങ്ങലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് നടത്തി കടമായി എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് ഷമീന ചിട്ടി നടത്തിയത് എന്നാണ് പറയുന്നത്. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്ക് ചിട്ടി കിട്ടി, പക്ഷേ പണം നൽകിയതുമില്ല. ഇതേ ചൊല്ലി ലത്തീഫും അഫ്വാനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അഫ്വാൻ മോശമായി സംസാരിച്ചതായി ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നതായാണ് പോലീസ് കണ്ടെത്തിയത്. കൂട്ടക്കൊലയിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ പ്രതി ലക്ഷ്യമിട്ടിരുന്നില്ല എന്നാണ് അഫ്വാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. തലക്കടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഓടി വന്ന ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലക്കടിച്ചു വീഴ്ത്തിയത് എന്ന് അഫ്വാൻ പോലീസിന് മൊഴി നൽകി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ അഫ്വാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യത ഉള്ളതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് റഹീം നൽകിയ മൊഴി. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ 4 മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നു. സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ച് ഒന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുമാണ് റഹീം മൊഴി നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ കാരണം വൻ കടബാധ്യത എന്ന് ഉറപ്പിക്കുകയാണ് ഇവിടെ പോലീസ്. 14 പേരിൽ നിന്ന് 65 ലക്ഷം
രൂപയാണ് അഫ്വാനും ഉമ്മയും കടം വാങ്ങിയത് എന്ന് പറയുന്നു. പക്ഷേ കടം വാങ്ങി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു കടം വാങ്ങി മറ്റൊരു കടം വീട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായ ആരാണോ ഈ കടക്കാരെന്നതിനെ കുറിച്ച് ഒന്നും തന്നെ വ്യക്തമായ റിപ്പോർട്ടുകളില്ല. പക്ഷേ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ആരും തന്നെ പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരശേഖരണം നടത്തുന്നുണ്ട് എന്ന് പറയും. 65 ലക്ഷം രൂപ കൊണ്ട് ഇവർ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്നാലും ആ വാപ്പായ്ക്കും കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം അഫ്വാൻ തന്നെ മൊഴി നൽകിയിരുന്നു. അഫ്വാന്റെ പിതാവിന്റെ അമ്മ എപ്പോഴും ഉമ്മയെ കുറ്റപ്പെടുത്തുമായിരുന്നു. ഉമ്മ കാരണമാണ് ഇത്രയും വലിയ കടക്കാരായത് എന്ന് ഉമ്മയെ കുറ്റപ്പെടുത്തുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഉമ്മ നടത്തിയ ഷമീന നടത്തിയ ചിട്ടി അത് പരാജയമാകുന്ന ചിട്ടി തകർന്നതുമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കാരണം. ചിട്ടിയിൽ നിന്ന് വന്ന പൈസ എടുത്ത് റോൾ ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ വലിയൊരു കടബാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കൊണ്ടാകാം ആ കുറ്റപ്പെടുത്തലൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അറിയില്ല. എന്തായാലും ഷമീന ഇപ്പോഴും ആ അബോധാവസ്ഥയിലും ഷമീന പറയുന്നത് അല്ലെങ്കിൽ മകനെ ഒറ്റാതെ നിൽക്കുകയാണ് ഷമീന ഇപ്പോഴും. മറ്റെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട്. മാത്രമല്ല ഇയാൾക്ക് അതായത് ഈ അഫ്വാന് പ്രത്യേക പരിശീലനം അടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന് മറുവശത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും അടുത്ത ഒരു ബന്ധു ഷമീനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ കാണാൻ പോയിരുന്നു. ഷമീന അപ്പോൾ ആ ബന്ധുവിനോട് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അടുത്ത സുഹൃത്തുക്കളായിരുന്നു എങ്കിലും എനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയോ. അതിൽ കൂടുതലൊന്നും മകനെ കുറിച്ചൊന്നും വേറെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. വീട്ടിലങ്ങനെ എന്തെങ്കിലും മോന് എന്തെങ്കിലും ഒരു ഇതുണ്ടോന്നോ ഒരു ബുദ്ധിമുട്ടുണ്ടോന്നോ അങ്ങനത്തെ ഒരു വിവരവും പറഞ്ഞിട്ടില്ല. പിന്നെ ചെറിയ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ഇതൊന്നും എമൗണ്ടോ നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നില്ല. ചെറിയ ബാധ്യത ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ ഒരു ചിട്ടിയെ പിടിച്ചു കഴിയുമ്പോൾ തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ അതിനപ്പുറം ഒന്നും എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളത് അത്രയേ ഉള്ളൂ. അല്ല കടം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഉമ്മ? അത് ചെറിയത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു സഹകരണത്തിൻ്റെ ഇതിൽ അത്യാവശ്യം വലിയ എമൗണ്ട് ഒരു 50,000 രൂപ ഒരു ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കയ്യിലപ്പോഴേ ഇല്ല, അതുകൊണ്ട് തരാൻ എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല. അല്ലാതെ അത്യാവശ്യത്തിന് വാങ്ങിക്കുകയും തിരിച്ചു തരുകയും പറയുന്ന സമയത്ത് തന്നെ തിരിച്ചു തരുകയും ചെയ്യുമായിരുന്നു. ഉമ്മയെ കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. കണ്ടപ്പോഴേ അന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ഇതല്ലായിരുന്നു. എങ്കിലും എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇളയ മോനെയാണ് അഹ്സാൻ എന്ന മോൻ്റെ പേര്. അഹ്സാൻ മോന് എവിടെയെന്ന് നമുക്ക് അത്രയും അറിയാവുന്നത് കൊണ്ട് തന്നെ പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ മോനെ എന്നെ കൊണ്ട് കാണിക്കുമോ എന്ന് ചോദിച്ചായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലത് കണ്ട് നിൽക്കാനുള്ള ഒരിതില്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങ് പുറത്ത് ഇറങ്ങി. ഒരുപാട് സംസാരിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രയും സ്ട്രെയിൻ ചെയ്താണ് അത്രയും പറഞ്ഞത് തന്നെ. അപ്പോൾ എനിക്കത് എങ്ങനെയാണ് ഈ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, എന്നോട് പറഞ്ഞില്ല. നേരത്തെ അല്ലാതെ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ വീടെന്ന് പറഞ്ഞെന്നതുള്ളത് ഞാനും അറിഞ്ഞുള്ളൂ. എൻ്റെ അടുത്ത് അല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളതിനെക്കുറിച്ച് ചോദിക്കാനും പോയില്ല. കണ്ടപ്പോൾ അതിങ്ങോട്ട് ചോദിച്ചവരെ മറുപടി പറഞ്ഞതേ ഉള്ളൂ. മകനെ ചോദിച്ചു, മകൻ ഉണ്ടെന്ന് പറഞ്ഞു. താഴെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മളെ അടുത്ത ഉണ്ട്, മോനെ പിന്നീട് കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഈ അഫ്സാൻ ലഹരി ഉപയോഗിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? അത്തരത്തിലുള്ള ഒരു പ്രശ്നമൊന്നും അങ്ങനെ ഒരു കേട്ടുകേൾവി ഇല്ല. നമ്മൾ ഇവിടുത്തെ ഈ നാട്ടിലുള്ള കൂട്ടുകാരുമായിട്ട് അവന് 10ാം ക്ലാസ് വരെ കണ്ടോ ഉള്ള സമയത്ത് ഇവിടുത്തെ പിള്ളേരുമായിട്ട് നമ്മൾ ആ പെരുമലയുള്ള പിള്ളേരുമായിട്ടുള്ള കൂട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അധികം ഇവിടുത്തെ പിള്ളേരുമായിട്ട് കൂട്ടില്ല എന്നാണ് ഞാൻ ഇവിടുത്തെ പിള്ളേരുമായിട്ട് അന്വേഷിച്ചപ്പോൾ. അവരുമായിട്ടൊന്നും അധികമല്ല അങ്ങനെ ഇവിടെ കൂട്ടുകൂടാൻ ഇറങ്ങാറുമില്ല. അത്യാവശ്യം ഇങ്ങനെ ബൈക്കിലൊക്കെ പോവും. പിന്നെ അവർ വീട്ടുകാർ ഒരുമിച്ചാണ് എവിടെയെങ്കിലും പോകുന്നതും വരുന്നതും. അപ്പോൾ ഇളയ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതും ചിലപ്പോൾ കൊണ്ടുവിടുന്നതും കറക്റ്റ് സമയമാകുമ്പോൾ എവിടെയാണെങ്കിലും അവർ ഒന്നീ ആ ഷെമിയോ അല്ലെങ്കിൽ അഫാനോ ആണ് വന്ന് വിളിച്ചുകൊണ്ട് വരാറുള്ളത്. അപ്പോൾ അടുത്ത സമയങ്ങളിലാണ് ആ മോൻ ഒറ്റയ്ക്ക് ബസ്സിൽ പോകാൻ തുടങ്ങിയത്. അതുവരെ ഇവർ കൊണ്ടാക്കുകയും കൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്.
അഫാന്റെ പിതാവ് 7 വർഷത്തോളമായിട്ട് ദുബായിലാണ്. അപ്പം അഫാൻ പറയുന്നതും അല്ലാതെയുള്ള വിവരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും വർഷം നാട്ടിലേക്ക് വരാതെ നിൽക്കുന്നതെന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? അതുമായിട്ട് ബന്ധപ്പെട്ട വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ബിസിനസ് കുറച്ച് അവിടെ പൊട്ടി, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പക്ഷേ അതിൽ കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അധികം അങ്ങനെ കൂട്ടാണെങ്കിലും അങ്ങനെയുള്ള വിവരങ്ങൾ അധികം നമ്മൾ ചോദിക്കാറുമില്ല. വേറെ അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലാണെന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല.